ദൈവമേ, പ്രത്യക്ഷ ദൈവമേ, ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ. പ്രത്യക്ഷ ദൈവമേ, പ്രത്യക്ഷ ദൈവമേ, ആത്മാവിലാനന്ദം നൽകുന്ന ദൈവമേ. ആദിവിത്തായിട്ടുദിച്ചൊരു ദൈവമേ, ആദിവിത്തായിട്ടുദിച്ചൊരു ദൈവമേ, അഖിലാണ്ട സൃഷ്ടികൾ ചെയ്യുന്ന ദൈവമേ, അഖിലാണ്ട സൃഷ്ടികൾ ചെയ്യുന്ന ദൈവം. ഉത്കൃഷ്ടബോധമാണീശ്വരൻ, ആർക്കുമാത്മപ്രകാശമായി വാഴുന്നു. ഉത്കൃഷ്ടബോധമാണീശ്വരൻ, ആർക്കുമാത്മപ്രകാശമായി വാഴുന്നു. സ്വീകരിച്ചു വാഴുന്ന തിരുവുടലിന്റെ മഹനീയ സാന്നിധ്യത്തിൽ നടത്തപ്പെടുന്നത്. അതിന്റെ ആദ്യ ദിനമായ ഇന്ന് ഈ മഹാസന്നിധാനത്തിന്റെ തിരുമുമ്പിൽ ഭഗവാന്റെ ഉത്തമ ശിഷ്യയും പ്രശസ്ത സംഗീതജ്ഞയുമായ ശ്രീമതി ജയ ആത്മലാൽ രചനയും സംവിധാനവും നിർവഹിച്ച ശ്രീ ശുഭാനന്ദ അഷ്ടോത്തര ശതനാമാവലി സംഗീതാർച്ചനയാണ് തിരുമുമ്പിൽ തൻ്റെ ഭക്തസന്താനങ്ങൾ അവതരിപ്പിക്കുവാൻ പോകുന്നത്. ഈ പരിപാടിക്ക് ഇടയ്ക്ക് വായിക്കുന്നത് വിനു കണ്ണഞ്ചിറ എന്ന പ്രശസ്ത കലാകാരനാണ്. യശസ്വരീരനായ പ്രശസ്ത വാദ്യകുലപതി ആയാൻകുടി കുട്ടപ്പമാരാരുടെ ശിഷ്യനും യശസ്വരീരനായ പ്രശസ്ത കഥകളി ആചാര്യൻ കണ്ണഞ്ചിറ കൃഷ്ണപിള്ളയുടെ കൊച്ചുമകനുമായ ശ്രീ ബിനു കണ്ണഞ്ചിറ ഈ ഭഗവത് സന്നിധിയായി ഈ സംഗീത അർച്ചനയിൽ ഇടയ്ക്ക് വായിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ഉന്നതമായ കർമ്മങ്ങൾ ഭഗവത് സാന്നിധ്യത്തിൽ ഇവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും നന്മകളും ഇതിനോടൊപ്പം ഉണ്ടാകണമെന്ന് അറിയിക്കുന്നു. പരിപാടി ആരംഭിക്കുകയാണ്. നമ്മുടെ ഈ സർവജ്ഞാനോത്സവത്തിൻ്റെ സമാപന ചടങ്ങുകൾ ആരംഭിക്കുന്ന ഈ സമയത്ത് ഉന്നതമായ ഈ അഷ്ടോത്തര ശതനാമാവലിയോടുകൂടി ഇത് ആരംഭിക്കുവാൻ ദൈവം ഒരുക്കിയതാണ്. അത് ഇവിടെ ആരംഭിക്കുമ്പോൾ സംഗീത ലോകത്തിന് പുതിയൊരു രാഗത്തെ കൂടി ഈ സർവജ്ഞാനോത്സവത്തിൻ്റെ ഭാഗമായി കൊടുത്തുകൊണ്ടാണ് നമ്മുടെ ജയ ആത്മലാൽ ഈ പരിപാടിയോട് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ സുവർണമായ നിമിഷത്തിൽ നിങ്ങൾക്കേവർക്കും സുപരിചിതയായ, നിങ്ങൾക്കേവർക്കും ബഹുമാനിയായ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജയ ആത്മലാലിന് നിങ്ങൾക്കേവർക്കും വേണ്ടി ഈ സന്നിധിയുടെ മുന്നിൽ വെച്ച് ഒരു ആദരവ് കൊടുക്കാൻ ക്ഷണിക്കുക.
നിറഞ്ഞ ഈ സദസ്സിൽ ഭഗവാന്റെ അഷ്ടോത്തര ശതനാമാവലി നാദാർച്ചനയ്ക്ക് ശേഷം ഭഗവാന്റെ സാന്നിധ്യത്തിൽ എന്ത് പറയണമെന്ന് അറിഞ്ഞുകൂടാ. നമ്മളെല്ലാം ഹൃദയം അങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ്. സത്യത്തിൽ കരയണോ ചിരിക്കണോ എന്നൊന്നും അറിയാൻ കഴിയാത്തൊരവസ്ഥയാണ്. അത്ര വലിയ അനുഭൂതിയിലേക്ക് ഭഗവാൻ നമ്മളെ എത്തിച്ചു. ഇവിടെ ഈ നാദാർച്ചന നടത്തിയത് ഭഗവാൻ തന്നെയാണ് എന്നാണ് നമ്മുടെ വിശ്വാസം. അത് തന്നെയാണ് ഭഗവാൻ നിറഞ്ഞു നിന്നാണ് ഇതെല്ലാം നടത്തിയത്. ആ ഭഗവാന്റെ തിരുമുമ്പിൽ ഓടാനുകൂടി നന്ദി പറഞ്ഞ് സ്തുതിക്കുകയാണ്. ഇവിടെ ഇടയ്ക്ക് വായിച്ച ആദരണീയനായ കലാകാരൻ സ്വാമിജി ഇവിടെ അനൗൺസ് ചെയ്തിരുന്നു. അദ്ദേഹം വളരെ പ്രശസ്തനാണ്. നമ്മുടെ വാദ്യപുരോഗതിയായിട്ടുള്ള ആയാങ്കുടി കുട്ടപ്പമാരാശൻ ഇവിടെ കഥകളിക്ക് നമ്മുടെ ഈ ആഡിറ്റോറിയത്തിൽ കഥകളിക്ക് വായിച്ചിട്ടുണ്ട്. ആശാൻ നിരവധി പ്രാവശ്യം. ആശാൻ ഇടയ്ക്കയിലും ചെണ്ടയിലും അഗാധമായ പാണ്ഡിത്യമാണ്. ആശാന്റെ വത്സല ശിഷ്യനാണ്. ആശാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യൻ ശ്രീ വിനു കണ്ണഞ്ചിറ. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ, അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ വളരെ പ്രശസ്തനായ കഥകളി നടൻ ശ്രീ കണ്ണഞ്ചിറ കൃഷ്ണപിള്ളയാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനുമാണ്. അദ്ദേഹത്തെ ഭഗവാന്റെ സാന്നിധ്യത്തിൽ നമ്മുടെ ആദരണീയനായ ഗീതാനന്ദജി സ്വാമികൾ ആദരിക്കുന്നു. നമ്മുടെ ഉത്സവ ആഘോഷങ്ങളുടെ പ്രഥമ പരിപാടിയാണ് നടത്തപ്പെട്ടത്. പൂർണ്ണമായ സംഗീതാത്മകമായി ആത്മാവിന് മോക്ഷം കൊടുക്കുവാൻ അവതരിച്ച സർവശക്തിയുടെ നാമത്തിൽ നടക്കുന്ന ഈ സർവജ്ഞാനോത്സവത്തിന് ഇത്ര ഗംഭീരമായ ഒരു തുടക്കം അത് മഹാശക്തിയുടെ തീരുമാനം. അതിലേക്കായി നിയോഗിതരായിരിക്കുന്ന എല്ലാ ആത്മമിത്രങ്ങളെയും ഉപരിയായി ജയ ആത്മലാലെന്ന എൻ്റെ ആത്മമിത്രത്തെ സർവശക്തി എപ്പോഴും കരുതി കാത്ത് സൂക്ഷിച്ച് രക്ഷിച്ച് അനുഗ്രഹിക്കുവാനാണ്. ഇനി സർവശക്തി തിരിച്ചെഴുന്നള്ളി വാണിരുന്ന ആ മനോഹര തിരുവുടലിൻ്റെ ഛായാചിത്രം വീണ്ടും മനോഹരമായി ഒരുക്കി ഇപ്പോൾ അത് പ്രദക്ഷിണത്തോടുകൂടി ആശ്രമത്തിലേക്ക് എഴുന്നള്ളിച്ച് അത് പ്രതിഷ്ഠിക്കാൻ പോവുകയാണ്. അതിനുള്ള കർമ്മമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ആ ഛായാചിത്രം ഇപ്പോൾ ഇവിടെ അനാച്ഛാദനം ചെയ്യാൻ പോവുകയാണ്.
അങ്ങയുടെ അവതാര വാഴ്ചയുടെ മഹിമയെ ലോകത്തെ അറിയിക്കുവാൻ അങ്ങ് തീരുമാനിച്ച് നിശ്ചയിച്ച പൊന്നോമന തിരുവോടൽ ഈ ലോകത്തിലേക്ക് ജന്മമെടുത്തതിന്റെ 100-ാം ഉത്രാടം ജന്മനക്ഷത്ര മഹോത്സവത്തിന്റെ ആരംഭ ദിനമാകുന്നു ഇന്നെന്ന് അടിയങ്ങൾ അറിയുന്നവേ. അതിനുവേണ്ടി തമ്പുരാന്റെ ആ ഛായാചിത്രം ഒന്നുകൂടി ഒരുക്കി ഇതാ അങ്ങയുടെ തൃക്കരങ്ങളാൽ ഇവിടെ പുനഃപ്രതിഷ്ഠാകർമ്മം നടത്തുന്നു നടിയങ്ങൾ അറിയുന്നവേ. അതിനുവേണ്ടി ആ മഹാകർമ്മം നിർവഹിച്ച് ഏഴുകളെയും ലോകത്തെയും അനുഗ്രഹിപ്പാൻ എഴുന്നള്ളി വാഴുന്ന പരിശുദ്ധമുള്ളത് സർവാത്മരക്ഷകൻ സത്യസ്വരൂപനാകുന്ന ശുഭാനന്ദ രൂപം ഈ ലോകത്തെ സൃഷ്ടിച്ച സൃഷ്ടിതാവാണെന്നുള്ള സത്യത്തെ പകൽ പോലെ തെളിയിച്ചറിയിച്ച് അനുഭവപ്പെടുത്തിയ അടിയങ്ങളുടെ ആനന്ദജീ ഗുരുദേവനെ അടിയങ്ങൾക്കൊരിക്കലും മറക്കുവാൻ കഴിയില്ലെന്ന് അടിയങ്ങൾ അറിയുന്നു. ആ വമ്പിച്ച മഹാശക്തിയുടെ ഉന്നതമായ പ്രവർത്തനമാകുന്നു ഈ മഹനീയ ആദർശം ഈ നിലയിലേക്ക് ഉയർന്നതെന്ന് അടിയങ്ങൾ അറിയുന്നു. എത്രയോ ലക്ഷം കുടുംബങ്ങളെ അങ്ങ് വീണ്ടെടുത്ത് സ്വർഗീയ ജീവിതം നയിക്കുവാനുള്ള അവസരം തന്നു നടിയങ്ങൾ അറിയുന്നു. പുരാണത്തിലും മഹൈരത്തിലും ഇന്ന് തൃക്കാർത്തികയിലും വാണിരുന്നുകൊണ്ട് അതേ മഹാശക്തി തന്നെ ഈ കർമ്മം നടത്തുന്നു നടിയങ്ങൾ അറിയുന്നു. ഓ തിരുവുടലിൽ കരുണയോടെ എഴുന്നള്ളി വാഴുന്ന പരിശുദ്ധമുള്ളത് അനുഗ്രഹിപ്പാൻ എഴുന്നള്ളി വാഴുന്ന പരിശുദ്ധമുള്ളത് ആ ചക്കരങ്ങളാൽ ഈ മഹനീയ കർമ്മം നടത്തി ലോകത്തെ അനുഗ്രഹിക്കണമേ. ഇപ്പോൾ അടിയങ്ങൾ ആ ഛായാചിത്രത്തിൽ നോക്കിയാലും ജീവൻ തുളുമ്പുന്ന അടിയങ്ങളുടെ അമ്പോറ്റിയെ ദർശിക്കുവാൻ അടിയങ്ങൾക്ക് അവസരത്തെ ദാനം ചെയ്യണമേ. അടിയങ്ങൾക്ക് അവസരത്തെ ദാനം ചെയ്യണമേ. സർവജ്ഞാനോത്സവം ഉന്നതമായി നടത്തണമേ. അതിന്റെ പ്രാരംഭമായി ഈ മഹാകർമ്മം നടത്തുവാൻ എഴുന്നള്ളി വാഴണമേ. സുഖത്തോടെ വാഴണമേ. ആരോഗ്യത്തോടെ വാഴണമേ. സമ്പൂർണന്റെ സത്യസ്വരൂപനാകുന്ന ദൈവത്തിന്റെ അധിവാസത്താൽ പ്രശോഭിതമായ ഈ മഹാസന്നിധിയുടെ തിരുമുമ്പിൽ നിർമ്മിക്കുന്ന ഉന്നതമായ ഗോപുരത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനുവേണ്ടി കണ്ടെടുത്ത ആത്മദൈവത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും ആരോഗ്യം കൊടുത്ത് അങ്ങ് കരുതിക്കൊള്ളണമേ. അങ്ങയുടെ ആദർശ കർമ്മങ്ങൾക്കായി അങ്ങ് കാത്തുകൊള്ളണമേ. അതുപോലെ ആ കർമ്മ മേഖലകളിൽ നിർത്തിയിരിക്കുന്ന രാജഗോപാൽ ഭക്തനെയും ഉന്നതമായ ജന്മങ്ങളെയും കരുതിക്കൊള്ളണമേ. വാഴുന്ന പരിശുദ്ധമുള്ളത് നക്ഷത്രസ്തുതിയിൽ പങ്കെടുക്കുവാൻ എത്തിയ ഓമനകളെ കാണുന്ന പരിശുദ്ധരെയും ദർശിക്കണമേ. ഈ മഹനീയ സമയത്ത് ഇതിനെ നടത്തിത്തരണമേ. അതിനായി വാഴുന്ന പരിശുദ്ധമുള്ളത് അങ്ങ് ഏത് കർമ്മം നടത്തിയാൽ എന്ന് ശുഭമുഹൂർത്തമാകുന്നു നടിയങ്ങൾ അറിയുന്നു. അങ്ങ് എഴുന്നള്ളി വാഴ്ന്ന് നടത്തുവാൻ കരുണയുണ്ടാകണമേ. അവ കഴിയുമെന്ന് നടിയങ്ങൾ വിശ്വസിക്കുന്നു. സമസ്തവും മഹനീയകാര്യം. നമ്മുടെ ഈ ഛായാചിത്രം അതിമനോഹരമായി വരയ്ക്കപ്പെട്ടത് നമ്മുടെ വാത്സല്യ ശിഷ്യനായ സന്തോഷം കൂടിയാണ്. നമ്മളകത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നതും സന്തോഷം കൂടി വരയ്ക്കപ്പെട്ടതാണ്. അതിൻ്റെ ഈ കാണുന്ന ആഭരണാദികളെല്ലാം നിർമ്മിച്ചത് നമ്മുടെ അകത്തിരിക്കുന്ന കിരീടം ഉൾപ്പെടെയുള്ളവയൊക്കെ നിർമ്മിച്ച രതീഷ് എന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ ഫ്രെയിം എല്ലാം നിർമ്മിച്ചത് നമ്മുടെ കരുവാറ്റയിലെ ശശിഭക്തനാണ്. അദ്ദേഹം കൂടെ മുന്നോട്ട് കയറി വരണം. അതുപോലെ ഇതിനകത്ത് വീണ്ടും ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രെയിമിൽ വളരെ മനോഹരമായ ചിത്രരേഖകൾ ചെയ്തിട്ടുണ്ട്. അത് മറ്റൊരു കമ്പനിയിൽ കൊടുത്താണ് ചെയ്യിച്ചത്. അത് കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. അതുപോലെ വീണ്ടും പല ജോലികളും ഇതിനകത്ത് നടന്നിട്ടുണ്ട്. അതെല്ലാം ഈശ്വരൻ്റെ കാരുണ്യത്താൽ ഒരുങ്ങിയതാണ്. അതുകൊണ്ട് ഇതെല്ലാം നിർമ്മിച്ച ഈ വ്യക്തികൾക്ക് ഒരു പാരിതോഷികം കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. Shubha
അക്ഷരമുദ്ര നമ്മുടെ ഉത്രാട ജന്മനക്ഷത്ര ദിനത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. അത് എൻ്റെ ഹൃദയത്തിൽ കണ്ട പ്രകാരം തന്നെ ആത്മദീപത്തിലേക്ക് പകർത്തി അത് ശരിയിലേക്ക് രൂപപ്പെടുത്തിയത് നമ്മുടെ പത്മകുമാർ എന്ന പപ്പേട്ടനാണ്. ആ സമയത്ത് തിരക്ക് കൂടുതലായിരിക്കും, എല്ലാവർക്കും നേരിട്ട് കാണാൻ പറ്റില്ലെങ്കിൽ ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് അദ്ദേഹത്തെയും ഞാനിപ്പോൾ ഒന്ന് അനുമോദിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്.
പരിശ്രമത്യാഗിയായി ഈ ലോകത്തിൽ വാണിരുന്ന അടിയങ്ങളുടെ ഉടമസ്ഥൻ മാറിയിട്ടും മാറാത്തവരെ പോലെ തിരിച്ചെഴുന്നള്ളി വന്ന് അത്ഭുതങ്ങളോടുകൂടി വാണിരുന്ന പൊന്നു തിരുമേനിയുടെ ജന്മനക്ഷത്ര ശതാബ്ദിയാകുന്നു നടക്കുന്നതെന്ന് കാണുന്നു. വർഷമായ അടിയങ്ങളെ ആനന്ദിപ്പിക്കുന്ന ഒരു സമാപന ചടങ്ങുകളാകുന്നു നടക്കുന്നതെന്ന് കാണുന്നു. ദിവസമായി നടക്കുന്ന ഉത്സവത്തിന്റെ ആരംഭ ദിനത്തിൽ ഈ മഹാതിരുരൂപത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഉന്നതമാം വിധത്തിൽ നടത്തുവാൻ അനുവദിച്ച പരിശുദ്ധമുള്ള കൃഷ്ണബോധസ്വരൂപനാകുന്ന ഉടമസ്ഥന്റെ പ്രത്യക്ഷ വാഴ്ച എപ്പോഴും കാണുവാൻ തക്ക വിധത്തിലുള്ള സർവജ്ഞാനത്തെ ലളിതവൽക്കരിച്ച് കീർത്തനങ്ങളിലൂടെ അടിയങ്ങൾക്ക് ദാനം ചെയ്ത ആ മഹാപ്രഭുവെ അങ്ങയുടെ രൂപത്തെ വീണ്ടും ഒരുക്കി കാണുവാൻ അനുവദിച്ച പരിശുദ്ധ സ്തുതിക്കുന്നു. ആ ഓരോ വിധത്തിൽ പ്രയത്നിച്ച അങ്ങയുടെ മനോഹരങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, ഐശ്വര്യത്തിനായി പ്രാർത്ഥിക്കുന്നത്, ആനന്ദത്തിനായി പ്രാർത്ഥിക്കുന്നത്, ദിവസം ഈ കർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ ഓടിയെത്തിയ അങ്ങയുടെ മനോഹരങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും അർപ്പിച്ച നേർച്ചകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരും അർപ്പിക്കുന്ന ദക്ഷിണകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനേക വിധത്തിലുള്ള നേർച്ചകൾ അർപ്പിക്കാനായി കാത്തു നിൽക്കുന്നവരുണ്ടെന്ന് കാണുന്നല്ലോ. ദർശിക്കണമേ ദൈവമേ, അനുഗ്രഹിക്കണമേ ദൈവമേ. ഓരോ കർമ്മങ്ങളും ഉപരിയായ ആനന്ദത്തിൽ നടത്തി തരണമേ ദൈവമേ. സർവജ്ഞാനോത്സവം ആരംഭിക്കുന്നുവെന്ന് കാണുന്നല്ലോ. നാമാവലിയോടുകൂടി ഉന്നതനാകുന്ന ദൈവത്തിന്റെ തിരുനാമത്തെ ലോകത്തിലേക്ക് ഇത്രമാത്രം പ്രഘോഷിപ്പിച്ച ആത്മനാഥന്റെ ആനന്ദവല്ലഭന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ അനുവദിച്ച പരിശുദ്ധമായ ഉത്ബോധം കൊടുത്തൊരുക്കിയത് അങ്ങയുടെ അരിമ കുഞ്ഞിനെയാണെന്ന് ഞങ്ങൾ അറിയുന്നു. ശക്തിയെ ആയുസ്സും ആരോഗ്യവും കൊടുത്ത് കാത്തുകൊള്ളണമേ. പങ്കെടുത്ത ഓരോ കുഞ്ഞുങ്ങളെയും കാത്തുകൊള്ളണമേ. ഉന്നതമായ ഈ തിരുനാമത്തിന്റെ അർത്ഥവ്യാപ്തി, ഇതിന്റെ ചൈതന്യം, ഇതിലടക്കമായിരിക്കുന്ന ആനന്ദം, ഇതെല്ലാം അറിഞ്ഞ് ജീവിക്കുവാൻ ഓരോരുത്തരെയും അങ്ങ് കരുതിക്കൊള്ളണമേ. ലോകത്തിൽ മാതൃകാപരമായി ജീവിച്ചാകുന്നു ഈ നാമാവലികളെ ലോകരംഗത്തേക്ക് പ്രകാശിപ്പിക്കേണ്ടതെന്ന് ഞങ്ങൾ അറിയുന്നു. ജീവിതം ചെയ്യുവാൻ ഓമന കുഞ്ഞുങ്ങളെ അങ്ങ് കാത്തുകൊള്ളണമേ. ഓരോ കർമ്മങ്ങളെയും കാണുന്ന പരിശുദ്ധമായ മഹാഗോപുരത്തിലേക്ക് മഹാദർശനമുദ്രയെ പ്രതിഷ്ഠിക്കുന്നു. ഉത്രാടം ജന്മദിനത്തിലെന്ന് കാണുന്നല്ലോ. കരങ്ങളാൽ അങ്ങ് തന്നെ നേരിട്ട് നടത്തണമേ. ഉന്നതനാകുന്ന ദൈവത്തെ ഈ വിധത്തിൽ വർണ്ണിക്കുവാൻ അടിയങ്ങൾക്ക് തന്ന മഹാഭാഗ്യമോർത്ത് സ്തുതിക്കുന്നു. ഉന്നതനാകുന്ന ദൈവം നാലാം തിരുശരീരത്തിൽ എഴുന്നള്ളി ഇരുന്നുകൊണ്ട് നല്ല ഗോപുരം എന്ന് കൽപ്പിച്ച ലളിതമായ പദത്തിനുള്ളിൽ അടക്കമായി നിൽക്കുന്ന മഹാചൈതന്യത്തെ ഓർത്തുകൊണ്ട് നന്ദിയോട് ആ മൂലധനം ഇത്രമാത്രം വലുതായിരുന്നുവെന്ന് അന്ന് അറിഞ്ഞിരുന്നില്ലല്ലോ. ഇതായി വളർന്നു വർദ്ധിക്കുന്നു എന്ന് കാണുന്നില്ല. അത് കണ്ട് ആനന്ദിക്കുവാൻ കൊതിക്കുന്നു എന്ന് കാണുന്നില്ല. പ്രത്യേകിച്ച് ദാനം ചെയ്യണമേ. ആത്മദൈവത്തെ എന്നും കരുതിക്കൊള്ളണമേ. കർമ്മങ്ങൾക്കായി കരുതിക്കൊള്ളണമേ. പൂർത്തീകരണത്തിനായി കരുതിക്കൊള്ളണമേ. കരുതണമേ ദൈവമേ. കരുതണമേ ദൈവമേ. പരമ്പരകളെ കരുതണമേ.
കണ്ണിന്നു കണ്ണായി ഉള്ളിൽ വിളങ്ങുന്ന ജ്ഞാനക്കണ്ണനല്ലോ എൻ്റെ ഗുരു. കണ്ണിന്നു കണ്ണായി ഉള്ളിൽ വിളങ്ങുന്ന ജ്ഞാനക്കണ്ണനല്ലോ എൻ്റെ ഗുരു. കണ്ണിന്നു കണ്ണായി ഉള്ളിൽ വിളങ്ങുന്ന എൻ്റെ ഗുരു. കണ്ണിന്നു കണ്ണായി ഉള്ളിൽ വിളങ്ങുന്ന ജ്ഞാനക്കണ്ണനല്ലോ എൻ്റെ ഗുരു. കണ്ണിന്നു കണ്ണായി ഉള്ളിൽ വിളങ്ങുന്ന കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അതിന് കണ്ണായിടുന്ന പൊരുൾ. കണ്ണിന്റെ കണ്ണ് മനമാകുന്ന കണ്ണ് അതിന് കണ്ണായിടുന്ന പൊരുൾ. അതാരാണ്? അതാരാണ്? കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ് അതിന് കണ്ണായിടുന്ന പൊരുൾ ആരാണ്? കണ്ണിന്റെ കണ്ണ് മനമാകുന്ന കണ്ണതിന് കണ്ണായിടുന്ന പൊരുൾ അതാരാണ്? സാക്ഷാൽ ഭഗവാനാണ്, സ്വയം പ്രകാശമാണ്. സാക്ഷാൽ ഭഗവാനാണ്, സ്വയം പ്രകാശമാണ്. ഗുരു എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം തന്നെ അന്ധകാരത്തെ രോധിക്കുന്ന പ്രകാശമെന്നാണ്. ഗുരു എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അന്ധകാരത്തെ രോധിക്കുന്ന പ്രകാശം. അതുകൊണ്ടാണ് പാടിയത്, ഗുരു എന്ന പദം തന്നെ അറിവാണെന്നറിയണം. ഗുരു എന്ന പ്രകാശത്തെ ഗുരു എന്ന പ്രകാശത്തെ ആത്മാവിൽ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവിടെ പാപരാത്രിയില്ല, അന്ധകാരമില്ല. അങ്ങനെ പാപരാത്രി മാറ്റിടുന്ന ജ്ഞാനരൂപനാണ് ഗുരുവായി അവതാരമായി വന്നിരിക്കുന്നത്. ആ ഗുരു സ്വീകരിച്ച ദേഹത്തിന്റെ ഫോട്ടോയാണ് നമ്മൾ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ദേഹത്തിന് അത്ര പ്രാധാന്യം വന്നത്? ആ ഉന്നതനാകുന്ന സർവജ്ഞാന രൂപനാകുന്ന ആത്മചൈതന്യ രൂപനാകുന്ന ആ മഹാചൈതന്യം അതിൽ ഉൾക്കൊണ്ടു നിന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ്. അതാണ് അതിന്റെ വില. ഒരിക്കൽ ഒരു സ്വാമിജിയോട് ഒരു മഹാരാജാവ് തർക്കിച്ചു. ഞാൻ ഈ വിഗ്രഹങ്ങളെ ഒന്നും ആരാധിക്കുകയില്ല എന്ന് പറഞ്ഞ് തർക്കമുണ്ടായി. അപ്പോ ആ സ്വാമി മറ്റാരുമല്ല, നമ്മുടെ വിവേകാനന്ദ സ്വാമിയാണ്. ആ സ്വാമി പറഞ്ഞു, ആ രാജാവിനോടൊപ്പം നിന്ന് അനുയായികളോട് പറഞ്ഞു. അദ്ദേഹത്തിന് ഒരു ചിത്രം ഇങ്ങനെ ചുമരിൽ തൂങ്ങി കിടപ്പുണ്ടായിരുന്നു. ആ ചിത്രം താഴെ എടുത്ത് അതിൽ തുപ്പാൻ പറഞ്ഞു. രാജാവിന്റെ ചിത്രത്തെ രാജാവിന്റെ മുന്നിൽ വെച്ച് അതിൽ തുപ്പാനാണ് അനുയായികളോട് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു, അയ്യോ എന്താണ് അവിടുന്ന് പറയുന്നത്, അങ്ങനെ ചെയ്യാൻ പറ്റുകയില്ല. അത് രാജാവല്ലല്ലോ, രാജാവിന്റെ ചിത്രമല്ലേ ഉള്ളൂ, തുപ്പ് എന്ന് പറഞ്ഞു. ഇല്ല, ഞങ്ങൾക്ക് സാധിക്കില്ല, അതിൽ ഞങ്ങൾ ഞങ്ങളുടെ രാജാവിനെ കാണുന്നു. രാജാവ് ഇവിടെ ഇരിക്കുകയല്ലേ, പിന്നെന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്, അത് ചിത്രമല്ലേ ഉള്ളൂ, തുപ്പ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, കഴിയില്ല, ഞങ്ങളെ കൊണ്ട് അതിന് കഴിയില്ല, ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ രാജാവിനോട് ചോദിച്ചു, ഇനി അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? അവർ ആ ചിത്രത്തിൽ അങ്ങയെയാണ് കാണുന്നത്. ഇതുപോലെ കല്ലെടുത്ത് വെച്ചോ അല്ലെങ്കിൽ ഒരു മരത്തെ നോക്കിയോ ഒരു ദൈവത്തെ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ സങ്കല്പിക്കുന്ന ആൾ കാണുന്നത് ദൈവത്തിന്റെ രൂപത്തെ. സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്ന ആൾ
ആള് കാണുന്നത് ദൈവത്തിന്റെ രൂപത്തെയാണ്. അങ്ങനെ കല്ലിനെയും കുറ്റിയെയും സേവിച്ചു വന്ന ഒരു പരമ്പരയുടെ മുന്നിൽ, അങ്ങനെ കല്ലിനെയും കുറ്റിയെയും സേവിച്ചു വന്ന ഒരു പരമ്പരയുടെ മുന്നിൽ, അവനവന്റെ ആത്മാവിൽ ആത്മസ്വരൂപമായി ഈശ്വരനെ കാണുവാൻ അറിയിച്ച പരമഗുരുവിന്റെ രൂപത്തെ, അവനവന്റെ ആത്മാവിന്റെ രൂപമായി ഈശ്വരനെ കാണുവാൻ അറിയിച്ച പരമഗുരുവിന്റെ രൂപത്തെ അറിയിക്കുക മാത്രമല്ല അത് അനുഭവമാക്കുകയും ചെയ്തു. ആ പരമഗുരുവിന്റെ രൂപത്തെ അകതല്ല അനുഭവമാക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ആനന്ദം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ സാധ്യമാകുന്നത്. അതുകൊണ്ടാണ് ലോക ദുഃഖങ്ങളൊന്നും നിങ്ങളെ ഏശാത്തത്. അങ്ങനെ ദുഃഖം ഒഴിച്ച് നിത്യാനന്ദത്തിൽ എത്തിക്കുവാനുള്ള നിത്യാനന്ദ സമ്പൂർണ്ണന്റെ അത്ഭുത വാഴ്ച, ആത്മലോകത്തിന് അനുഭവമാക്കിയ രൂപം, അത് നമുക്ക് ആരാധ്യ രൂപമാണ്. ആ ആരാധ്യ രൂപനെയാണ് നമ്മൾ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്നത്. അതൊരു ചിത്രമല്ല, അതൊരു വിഗ്രഹമല്ല. നമ്മൾ കാണുന്നത് ആരെയാണ്? ഗുരുവിനെ കണ്ടേ, പരമഗുരുവിനെ കണ്ടേ, ജഗദീശ്വരനെ അറിഞ്ഞ് ആരാധിക്കാൻ ഇടയായാൽ, ഈ കർമ്മങ്ങളും ഈ കർമ്മങ്ങൾ കൊണ്ടുണ്ടാകുന്ന ഫലങ്ങളും ആത്മാവിൽ ആനന്ദമായി ഓരോരുത്തർക്കും ഉൾക്കൊള്ളാൻ സാധിക്കും. അങ്ങനെ ആനന്ദം അനുഭവമായിട്ടുള്ളവർ കൈ ഉയർത്തി കണ്ടാക്കണം. ആനന്ദരൂപനെ സദ്ഗുരുവേ ആനന്ദമായെന്നും വാഴേണമേ,
മഹാശക്തിയെ ഇങ്ങനെ മാറ്റമില്ലാത്ത മഹാശക്തി ഓരോരോ തിരുവുടൽ കൂടി കാണുവാനാണ് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടായിരിക്കുന്നത്. ഓരോരോ തിരുവുടലിൽ കൂടി കാണുവാനാണ് നമുക്ക് ഭാഗ്യമുണ്ടായിരിക്കുന്നത്. ഉന്നതനാകുന്ന ദൈവം ആദ്യ തിരുവുടലിൽ വാണിരുന്ന കാലത്ത് മാറ്റമില്ലാത്തവനാണെന്നും അനുയോജ്യമായ ശരീരം സ്വീകരിച്ചുകൊണ്ട് ലോകത്തിൽ വാഴുമെന്നും കൽപ്പിച്ചിരുന്നുവെങ്കിലും അതൊക്കെ പരിപൂർണമായി വിശ്വസിക്കുവാൻ സാധാരണ ജനങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല. ആ വിശ്വാസത്തിലേക്ക് ജനസമൂഹത്തെ എത്തിച്ചത് തിരിച്ചുദയമായി നിന്നുകൊണ്ടാണ്. മാറ്റമില്ലാത്ത ശക്തി, മാറ്റമില്ലാത്ത ജ്ഞാനം, മാറ്റമില്ലാത്ത ശബ്ദം, മാറ്റമില്ലാത്ത അനുഭവം ആനന്ദമായി ലോകത്തിന് കൊടുത്തുകൊണ്ടാണ് ആനന്ദ സമ്പൂർണനാകുന്ന ആനന്ദജീ ഗുരുദേവനിൽ കൂടി മഹാശക്തി പ്രവർത്തിച്ചിരുന്നത്. ആ തിരുരൂപത്തെയാണ് നമ്മൾ ഒന്നുകൂടി ഒരുക്കി ഇവിടെ പ്രതിഷ്ഠിച്ചത്. കാരണം ജഡവസ്തുക്കൾക്ക് എപ്പോഴും ക്ഷയമുള്ളതാണ്. സൃഷ്ടി സ്ഥിതി ലയം എന്ന അവസ്ഥ എല്ലാ വസ്തുക്കൾക്കുമുണ്ട്. ഏത് വസ്തുക്കൾക്ക് ലോകത്തിൽ ഉണ്ടായി നിൽക്കുന്ന വസ്തുക്കൾക്കുണ്ട്. അപ്പൊ ഉണ്ടായ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയ ഛായാചിത്രത്തിനും കേടുപാടുകൾ സംഭവിച്ചപ്പോൾ പുതിയതായ ഒന്ന് ഒരുക്കി നമ്മൾ പ്രതിഷ്ഠിച്ചു. ഇത്ര മനോഹരമായി ഈ ആനന്ദോത്സവം തുടക്കം കുറിക്കുന്ന ദിനത്തിൽ ഇത് നടത്തുവാൻ അനുവദിച്ച മഹാശക്തിയെ നമുക്ക് നന്ദിയോടെ സ്തുതിക്കാം. ഇതിന്റെ 10ാം ദിനത്തിൽ എത്തുമ്പോൾ വീണ്ടും അതിമനോഹരമായ ഒരു കാഴ്ചയോടെയാണ്, ഒരു അനുഭവത്തോടെയാണ് നമ്മൾ അത് ആഘോഷിക്കുന്നത്. എന്താണ് ആ അനുഭവം? മഹാദർശന മുദ്രയെ നമ്മൾ മഹാഗോപുരത്തിലേക്ക് സ്ഥാപിക്കുകയാണ്. 4 മുഖങ്ങളുള്ള നമ്മുടെ മഹാഗോപുരം, ആ 4 മുഖങ്ങളിലും പ്രധാന പ്രതിഷ്ഠ മഹാദർശന മുദ്രയാണ്. ഗരുഡന്മാരാൽ പരിപൂജിതമായിരിക്കുന്ന ശുഭാനന്ദ ദിവ്യരൂപത്തെയാണ് അവിടെ പ്രതിഷ്ഠിക്കുന്നത്. ആ ശുഭാനന്ദ ദിവ്യരൂപം മഹാദർശന മുദ്രയാണ്. ആ ഉന്നതമായ കാഴ്ച, ആ ഉന്നതമായ അനുഭവം, അതാണ് നമ്മൾ 10ാം ദിനം പ്രഭാതത്തിൽ കാണാൻ പോകുന്നത്, അനുഭവിക്കാൻ പോകുന്നത്. അപ്പോ അതിന് തലേ ദിവസം എന്താണ് നടക്കുന്നത്? ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ച് ആനന്ദോത്സവമാടി കടന്നു വരുന്ന നമ്മുടെ ജന്മനക്ഷത്ര ശതാബ്ദി രഥവാഹനം പ്രകാശയാത്രയോടുകൂടി സന്നിധാനത്തിലേക്ക് നമ്മൾ സ്വീകരിച്ച് ആനയിച്ച് ആ പിറ്റേന്ന് പ്രഭാതത്തിലാണ് മഹാദർശന മുദ്ര പ്രതിഷ്ഠിക്കുന്നത്. ഓ കാരുണ്യവാനേ പരമഗുരു അങ്ങേ വർണ്ണിപ്പാൻ എന്നാൽ കഴിവില്ലല്ലോ. സ്ഥാപിച്ച് പ്രാർത്ഥനയോടുകൂടി നമ്മൾ എന്താണ് പിന്നെ നിർവഹിക്കുന്നത്? ശുഭാനന്ദ ഗുരുദേവൻ എഴുന്നള്ളി വരുന്നുണ്ട്. ശുഭാനന്ദ ഗുരുദേവൻ എഴുന്നള്ളി വരുന്നുണ്ട്. ശുഭാനന്ദ ഗുരുദേവൻ എഴുന്നള്ളി വരുന്നുണ്ട്. ശുഭാനന്ദ ഗുരുദേവൻ എഴുന്നള്ളി വരുന്നുണ്ട്. ആദർശകോടിയും മാറി നടക്കുന്നുണ്ട്. ആദർശകോടിയും മാറി നടക്കുന്നുണ്ട്.
സത്യത്തെ ലോകത്തിലേക്ക് അറിയിക്കാൻ നമ്മൾ ചെന്നിത്തല വാഴക്കൂട്ടം കടവിൽ നിന്ന് ഘോഷയാത്രയായിട്ട് ഇങ്ങോട്ട് വരും. നമ്മൾ ചെന്നിത്തല വാഴക്കൂട്ടം കടവിൽ നിന്ന് ഘോഷയാത്രയായി ഇങ്ങോട്ട് വരും. എന്തിനു വേണ്ടിയാണ്? ഭാരത ദിവ്യരൂപം അവതാരമായി എന്നും ദിവ്യരൂപം തിരുവതാരമായി ആത്മലോക രക്ഷാർത്ഥമായി വാഴുന്നുവെന്നും ആത്മലോക രക്ഷാർത്ഥമായി വാഴുന്നു. അതിനുവേണ്ടിയാണ് ആത്മബോധോദയ സംഘമെന്ന ആദർശം സ്ഥാപിച്ചതെന്നും അതിനുവേണ്ടിയാണ് ആത്മബോധോദയ സംഘം എന്ന ആദർശം സ്ഥാപിച്ചതെന്നും ഈ ലോകത്തെ അറിയിക്കുവാനാണ് നമ്മൾ ജന്മനക്ഷത്ര ഘോഷയാത്ര നടത്തുന്നത്. ഈ ലോകത്തെ അറിയിക്കുവാനാണ് നമ്മൾ ജന്മനക്ഷത്ര ഘോഷിക്കുന്ന യാത്രയാണ്. ആഘോഷിക്കുകയാണ്. എന്താണ് ആഘോഷിക്കുന്നത്? ഖഡ്ഗി കലിയെ ജയിച്ചതിന്റെ വിജയമാണ് ആഘോഷിക്കുന്നത്. അങ്ങനെ ജയോത്സവം കൊണ്ടാടുവാൻ ഈ മഹാദർശന മുദ്രയെ സ്ഥാപിച്ചിട്ട് നമ്മൾ അതിനുവേണ്ടി പുറപ്പെടുമ്പോൾ ഉന്നതനാകുന്ന ദൈവം എഴുന്നള്ളി ഇങ്ങനെ എല്ലാ കർമ്മങ്ങളും നിലകൊള്ളുന്നത് കാണാൻ കഴിയും. പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. പുതിയ ശ്രീകോവില്, പുതിയ ഛായാചിത്രം, എട്ടാവുത്സവത്തിന് പ്രത്യേക സമ്മേളനം, അവിടെ സദ്യ, പ്രത്യേക പരിപാടികൾ, അങ്ങനെ എല്ലാം പ്രത്യേകമായി ഒരുങ്ങിയാണ് ശതാബ്ദി ആഘോഷം നമ്മൾ ആഘോഷിക്കുന്നത്. അതെല്ലാം ഒത്തുചേർന്ന് നിന്ന് ആഘോഷിക്കുവാനും ആനന്ദിക്കുവാനും ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ കർമ്മ പരിപാടികളിൽ ചെറുകോൽ, പുളിക്കീഴ്, ഹരിപ്പാട്, കോമല്ലൂര്, വള്ളിക്കാവ്, കനകക്കുന്ന്, ഇലന്തൂര്, ഏന്തയാർ, തിരുവനന്തപുരം പ്രദേശങ്ങളിലുള്ള ഭക്തസന്താനങ്ങളാണ് ഈ ജന്മനക്ഷത്ര സ്തുതിയിൽ നടത്തുവാനായി വന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും അതിൻ്റെതായ ഗൗരവത്തോടുകൂടി ആ കർമ്മങ്ങളിൽ ഏർപ്പെടുമ്പോൾ നിങ്ങളുടെ ഉള്ളും പുറവുമായി മഹാശക്തി തുള്ളിക്കളിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനിടയാകും. ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത് എന്താണ്? ഒരു വർഷമായി നമ്മൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന സർവജ്ഞാനോത്സവത്തിന്റെ സമാപന കർമ്മങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. അത് നിങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ ആനന്ദോത്സവമായി ഭവിക്കുമാറാകട്ടെ. നിങ്ങളെല്ലാം ആളാമ്പ്രതി ഞാൻ ദർശിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം ഹൃദയത്തിൽ അതിന്റെ ആനന്ദം നിറയുമാറാകട്ടെ. ഇപ്പോൾ നടന്ന ഈ പ്രതിഷ്ഠാ കർമ്മത്തിൽ പങ്കെടുത്തപ്പോൾ തന്നെ ഉന്നതമായ അവസ്ഥയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്ന് എനിക്കറിയാം. അത് നിലനിർത്തിക്കൊണ്ട് ഈ സ്തുതിയിൽ പങ്കെടുക്കുവാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അനേകായിരം നാമസങ്കീർത്തനങ്ങൾ ആത്മലോകത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് ശുഭാനന്ദ ദിവ്യശക്തി പ്രത്യക്ഷമായി വാണിരുന്ന ആനന്ദജി ഗുരുദേവന്റെ ജന്മനക്ഷത്ര മഹോത്സവം ആരംഭം കുറിക്കുന്ന ഈ സമയത്ത് 108 നാമങ്ങളിൽ കൂടി ശുഭാനന്ദ ദിവ്യരൂപത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് തുടക്കം കുറിക്കുവാൻ കഴിഞ്ഞത് ഒരു മഹാഭാഗ്യമായി നമുക്ക് കണക്കാക്കാം. നമ്മുടെ ധർമ്മതീർത്ഥ സ്വാമിയുടെ മകനായ ആത്മലാലിന്റെ സഹധർമ്മിണിയാണ് ജയ ആത്മലാൽ. സംഗീത അധ്യാപികയാണ്. നമ്മുടെ ശുഭാനന്ദ മ്യൂസിക് സെന്ററിന്റെ അധ്യാപിക കൂടിയാണ്. അധ്യാപികയായിരിക്കുന്ന ജയ ആത്മലാൽ പുതിയൊരു രാഗം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിന്റെ നാമം ശുഭാനന്ദ മോഹനം എന്നാണ്. അങ്ങനെ ശുഭാനന്ദ മോഹനം എന്ന രാഗത്തിലാണ് മുമ്പ് കീർത്തനം ആലപിച്ചത്. ഇങ്ങനെ പുതിയൊരു രാഗം കൂടി ഈ ശതാബ്ദി ആഘോഷ വേളയിൽ സംഗീത ലോകത്തിന് ലഭിച്ചു എന്നതും ഗുരുവിന്റെ കാരുണ്യമാണ്. അങ്ങനെ എല്ലാ കലകളിലും പ്രശോഭിക്കുന്ന, എല്ലാ കലകളിലും അഗ്രഗണ്യരായിത്തീരുന്ന ശിഷ്യ സന്താനങ്ങളെ വർദ്ധിപ്പിച്ചുകൊണ്ട് സർവകലാവല്ലഭനാകുന്ന ദൈവം ഈ ലോകത്തെ അടക്കി ഭരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. അങ്ങനെ ശുഭാനന്ദ ദിവ്യശക്തി ആത്മലോകത്തെ ഭരിക്കട്ടെ. സർവ അജ്ഞാന അന്ധകാരങ്ങളും അകറ്റി ആത്മലോകത്തെ
ശുദ്ധീകരിക്കട്ടെ. സർവ്വജ്ഞാനാന്ധകാരങ്ങളും അകറ്റി ആത്മലോകത്തെ ശുദ്ധീകരിക്കട്ടെ. ആ വിധത്തിൽ തുടർച്ചയായി ഇനിയും നടക്കുന്ന കർമ്മങ്ങളിൽ അനേകം സവിശേഷതകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. തുടർച്ചയായി നടക്കുന്ന കർമ്മങ്ങളിൽ അനേകം സവിശേഷതകൾ നമുക്ക് കാണുവാൻ കഴിയും. ഇന്ന് നമ്മുടെ രണ്ട് ശരീരങ്ങൾ ബാഹ്യലോകത്തിൽ പഠിച്ച സ്കൂളാണ് നമ്മുടെ ഈ തെക്കുവശത്ത് കാണുന്ന ചെന്നിത്തല UP സ്കൂള്. ആ സ്കൂളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളും അധ്യാപകരും ഇന്നത്തെ നമ്മുടെ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിച്ചേരും. ആ സ്കൂളിൽ നിന്നുള്ള കുഞ്ഞുങ്ങളും അധ്യാപകരും ഇന്നത്തെ ഈ കർമ്മത്തിൽ പങ്കെടുക്കുവാൻ ഇവിടെ എത്തിച്ചേരും. അവർക്കൊരു ചെറിയ സദ്യ കൊടുക്കുക, അവർക്ക് ചെറിയ ചില പഠന ഉപകരണങ്ങൾ വിതരണം ചെയ്യുക. അതെല്ലാം ഈ ഗുരുവിന്റെ നാമത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അതെല്ലാം അവർ സ്വീകരിച്ച് ഉന്നത വിദ്യാഭ്യാസം ചെയ്യുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. അവരും ഈ ഗുരുവിന്റെ നാമം സ്മരിക്കുവാൻ ഇടയാകട്ടെ. അങ്ങനെ തുടർച്ചയായി പല കാര്യങ്ങളും ഇനിയും നടക്കാറുണ്ട്. ഉന്നതമായെല്ലാം നടത്തുവാൻ സങ്കല്പത്തോടുകൂടി നിങ്ങൾ സ്തുതി നടത്തുക. അതുപോലെ നമ്മുടെ മഹാഗോപുരത്തിന്റെ പൂർത്തീകരണത്തിനായി സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. ആത്മദീപത്തെ ആയുരാരോഗ്യ സൗഖ്യത്തോടെ കരുതണമേ എന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ സർവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. സ്വാർത്ഥപരമായ പ്രാർത്ഥനകളെക്കാൾ നല്ലത് പരാർത്ഥമായ പ്രാർത്ഥനകളാണ്. അങ്ങനെ പരാർത്ഥ കർമ്മവും പരമഭക്തിയും പരമാത്മാവിന്റെ കാരുണ്യവും ഉണ്ടെങ്കിൽ ഈ ലോകത്തിൽ ആർക്കും എവിടെയും എന്തിനേയും ജയിക്കാൻ കഴിയും. അങ്ങനെ സർവാത്മാക്കൾക്കും ജയോത്സവം കൊണ്ടാടുവാൻ, ആനന്ദോത്സവം കൊണ്ടാടുവാൻ മഹാശക്തി നിങ്ങളെല്ലാം കരുതി വളർത്തുമാറാകട്ടെ. പ്രത്യക്ഷമായി നിന്ന് ഈ കർമ്മങ്ങൾ ആനന്ദമായി നടത്തട്ടെ. ആനന്ദരൂപന്റെ എഴുന്നള്ളത്ത് നിങ്ങളുടെ ഹൃദയങ്ങൾ അനുഭവമാകട്ടെ. ആത്മനാഥൻ തുള്ളിക്കളിച്ച് ആനന്ദിക്കുമാറാകട്ടെ. ആനന്ദവാഴ്ച ആനന്ദവാഴ്ച ആനന്ദരൂപന്റെ ആനന്ദവാഴ്ച ആനന്ദവാഴ്ച സർവശക്തി ഇത്രയും ഗീതവും ആനന്ദവുമാക്കി തന്നകരണയുള്ള ദൈവമേ, ആനന്ദ ഈ ലോകത്തിൽ ദാനം ചെയ്ത ആനന്ദ സമ്പൂർണ്ണന്റെ ആനന്ദ സമ്പൂർണ്ണമായ രൂപത്തെ ആനന്ദ
ആനന്ദചിന്മയനേ നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ ആനന്ദചിന്മയനേ നിഷ്കളങ്കാത്മാവിൽ വാഴുന്നോനേ അറിവ് കൊണ്ടറിഞ്ഞു ശക്തിയാ സൃഷ്ടിച്ച സൃഷ്ടിതാവാകുന്ന പരമഗുരുവരനെ അറിവ് കൊണ്ടറിഞ്ഞു ശക്തിയാ സൃഷ്ടിച്ച സൃഷ്ടിതാവാകുന്ന പരമഗുരു